നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL തുടർച്ചയായ രണ്ടാം തവണയും RCB മുത്തമിട്ടല്ലോ. നീണ്ട കാലത്തെ കിരീട ഡ്രൗട്ടങ്ങ് അവസാനിപ്പിച്ചപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കിരീടങ്ങൾ വരുന്ന വരവ് കണ്ട. ഏതായാലും ഈ കിരീട ജേതാക്കൾക്ക് രണ്ടാം സ്ഥാനക്കാർക്കൊക്കെ എന്ത് തുകയാണ് ഇത്തവണ പ്രൈസ് മണി ആയിട്ട് കൊടുക്കുന്നത്? നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. BCCIയുടെ ഈ IPL പോരാട്ടങ്ങളുടെ IPL 2026 ടോട്ടൽ പ്രൈസ് പൂള് മോർ ദാൻ 46.5 crore. അപ്പോൾ നമ്മൾ നോക്കിയാണ് ആർക്കൊക്കെ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. കിരീടം ചൂടുന്ന ടീമിന്, അതായത് RCBക്ക് കിട്ടിയത് 20 കോടി ഇന്ത്യൻ രൂപയാണ്. പ്രൈസ് മണി അതാണ് 20 കോടി ഇന്ത്യൻ രൂപ. റണ്ണേഴ്സ് അപ്പിന് 13 കോടി രൂപയാണ്. അപ്പം വലിയ രൂപത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ റിട്ടേൺ അതിലൂടെ ലഭിക്കുന്നു. അപ്പോൾ ഇന്നലെ GT പരാജയപ്പെട്ടു, അവർക്ക് 13 കോടി രൂപ. പ്ലേ ഓഫിലെത്തിയ ടീമുകളുടെ പ്രൈസ് മണി അത് അവരേത് മത്സരം കളിച്ചിട്ടാണ് പുറത്തായതനുസരിച്ചിരിക്കും. അതായത് ക്വാളിഫയർ 2 പരാജയപ്പെട്ട ടീമിന്, അവരാണല്ലോ ഈ ടൂർണമെൻറ്റിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്, അവർക്ക് 7 കോടി രൂപ കിട്ടും. അതുപോലെ 4th പ്ലേസിൽ, അതായത് എലിമിനേറ്ററിൽ പരാജയപ്പെട്ട് പുറത്തു പോകുന്ന ടീം, അതുപോലെ തന്നെ പ്ലേ ഓഫ് സ്റ്റേജിൽ പുറത്തു പോയ ടീമിന് 6.5 കോടി രൂപയാണ് കിട്ടുക. അപ്പോൾ 4 ടീമുകളുടെയും തുകയായി. വിജയിക്കുന്ന ടീമിന് 20, രണ്ടാം സ്ഥാനക്കാർക്ക് 13, മൂന്നാമത് ഫിനിഷ് ചെയ്ത ടീമിന് 7 കോടി. അതുപോലെ എലിമിനേറ്ററിൽ പുറത്തായ ടീം നമുക്കറിയാം, അത് SRH ആണ്. SRHന് 6.5, രാജസ്ഥാൻ റോയൽസിന് 7 കോടി, SRHന് 6.5 കോടി. ഇതാണ് പ്രൈസ് മണി ഡിസ്ട്രിബ്യൂഷൻ. ഇനി കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ പ്രൈസ് മണിയിൽ നോക്കുകയാണെങ്കിൽ 2021 മുതലുള്ള ജമ്പ് അതുപോലെ തുടർന്നു. 20 കോടി രൂപയാണ് IPL വിജയിക്കുന്ന ടീമിന് കൊടുക്കുന്നത്. അപ്പം 2020 അത് 10 കോടിയായിരുന്നു. പക്ഷേ 2016 മുതൽ 2019 വരെ 20 കോടിയായിരുന്നു. 2014 to 15 15 കോടിയായിരുന്നു. 2010 to 13 10 കോടിയായിരുന്നു. 2008 2009 4.8 കോടിയായിരുന്നു. ഇനി അടുത്തൊരു ചോദ്യം, അതിന് താഴെയുള്ള ടീമുകളുണ്ടല്ലോ, പ്ലേ ഓഫിൽ എത്താതെ പുറത്തായ ടീമുകൾ, 5-ാം സ്ഥാനം മുതൽ 10-ാം സ്ഥാനം വരെ എത്തിയ ടീമുകൾ, അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ പ്രൈസ് മണി പൂളിൽ നിന്ന് അവർക്കൊന്നും കിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അവരുടെ സ്പോൺസർഷിപ്പ് എഗ്രിമെൻറ്റിലൂടെ അവർ വലിയ രൂപത്തിലുള്ള മണി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ ഈ ടീമുകൾക്കും ലഭിക്കും എന്ന് മാത്രം. പിന്നെ പ്രൈസ് മണി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ ടീമിന് ലഭിക്കുന്ന പ്രൈസ് മണി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? അപ്പോൾ IPL റെഗുലേഷൻ അനുസരിച്ച് 50% ഓഫ് ടീംസ് പ്രൈസ് മണി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് പ്ലേയേഴ്സ്. അപ്പോൾ 50%, ഇപ്പം നമുക്ക് RCBയുടെ കാര്യം എടുത്താൽ 20 കോടിയാണ് അവർക്ക് കിട്ടിയത്. അതിൽ 10 കോടി താരങ്ങൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി വരുന്ന 50% ഫ്രാഞ്ചൈസി ഓണേഴ്സിനാണ് പോവുക. റിമൈനിങ് 50% ഗോസ് ടു ദി ഫ്രാഞ്ചൈസ് ഓണേഴ്സ്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ ഇൻഡിവിജ്വൽ അവാർഡുകളിൽ കിട്ടിയ പ്രൈസ് മണിയുടെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി എല്ലാം കൂടി അങ്ങ് വാരി കൂട്ടി കൊണ്ടുപോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. വീഡിയോസ് അനുഭവിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.